നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവരും വെൽക്കം ചെയ്യാണ്. രണ്ടാമത്തെ ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയം നമ്മൾ ബേസൽ റിഫോംസ് അല്ലെങ്കിൽ ബേസൽ നോംസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ബേസൽ എന്നാണ് ശരിക്കും സ്വിറ്റ്സർലാൻഡിലെ ഒരു സിറ്റിയുടെ പേരാട്ടോ ബേസൽ എന്ന് പറയുന്നത്. എന്താണ് ഈ ബേസൽ റിഫോംസ് അല്ലെങ്കിൽ ബേസൽ അക്കോർഡ്സ് എന്ന് പറയുന്നത് നോക്കാം. നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു വാക്ക് ഇതാണ്, ഇന്റർനാഷണൽ ബാങ്കിങ് റെഗുലേഷൻസ്. നോക്ക വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു ബാങ്കിങ് റെഗുലേഷനെയാണ് ബേസൽ റിഫോംസ് അല്ലെങ്കിൽ ബേസൽ അക്കോർഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ലോകത്തെല്ലായിടത്തും ബാങ്കുകൾ ഫോളോ ചെയ്യുന്ന ഒരു റെഗുലേഷൻസ്, ലോകത്തെല്ലായിടത്തുള്ള ബാങ്കുകൾ ഫോളോ ചെയ്യുന്ന കുറെ റെഗുലേഷൻസ് അതുണ്ടാക്കുക, അതിൽ അപ്ഡേറ്റ് ചെയ്യുക, അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുക, ഇതൊക്കെ ചെയ്യുന്ന ഒരു ടീമാണ് ബേസൽ റിഫോംസ് എന്ന് പറയുന്നത്. അതിനൊരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയുടെ പേര് ബേസൽ കമ്മിറ്റി ഓൺ ബാങ്കിങ് സൂപ്പർവിഷൻ അഥവാ BCBS എന്ന് പറയുന്ന ഈ ഒരു കമ്മിറ്റിയാണ് ഈ ബേസൽ റിഫോംസിൽ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത്. BCBS works under the Bank of International Settlements, BIS മുദ്രകങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പോൾ ഈ ഒരു ബാങ്ക് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റ് എന്നുള്ള സ്ഥാപനത്തിന് കീഴിലാണ് BCBS വർക്ക് ചെയ്യുന്നത്. എന്താണ് ഇതിന്റെ ലക്ഷ്യം? ഒന്ന്, അഡിഗേറ്റ് ബാങ്ക് ക്യാപിറ്റൽ, ബാങ്കുകൾക്ക് ആവശ്യമായുള്ള ക്യാപിറ്റൽ ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ റിസ്ക് മാനേജ്മെന്റ് നടത്തുക. ഗ്ലോബൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, വേൾഡ് വൈഡ് ആയിട്ട് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്തുക. ഇതാണ് ഈ ഒരു BCBSന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇനി ഇതിലെ മെമ്പർ കൺട്രീസ് സ്വമേധയാ അതിലേക്ക് മെമ്പർ ആയിട്ട് മാറാണ്. ഇപ്പൊ ഏകദേശം ഒരു 45 മെമ്പേഴ്സ് അഥവാ 45 രാജ്യങ്ങളോളം അതിൽ മെമ്പർ ആയിട്ട് വരുന്നുണ്ട്. എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്, സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 1974 കേട്ടോ. ഇയർ ഒന്ന് ഓർത്ത് വെക്കണേ, 1974 ആണ് കേട്ടോ. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, 3 സ്റ്റേജ് ആയിട്ട്, 3 ഘട്ടങ്ങളിലായിട്ടാണ് ബേസൽ വിശദീകരിക്കുന്നത്. ഫസ്റ്റ് ഘട്ടം എന്ന് പറയുന്നത് ബേസൽ 1 1988, ഇതാണ് ഫസ്റ്റ് ഘട്ടം എന്ന് പറയുന്നത്. ഇവിടെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ക്രെഡിറ്റ് റിസ്ക് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ക്രെഡിറ്റ് റിസ്ക്, അതായത് ഇവിടെ ഇൻട്രൊഡ്യൂസ്ഡ് ക്യാപിറ്റൽ അഡിക്വൻസി റേഷ്യോ, ഈ ഒരു CAR ഡിവൈഡഡ് ബൈ CRAR, ഈ ഒരു ഇക്വേഷൻ ബേസ് ചെയ്തിട്ടൊക്കെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോ ബേസൽ 1 പ്രകാരം പറയുന്നുണ്ട് മിനിമം ക്യാപിറ്റൽ റിക്വയർമെന്റ് 8% ഓഫ് റിസ്ക് വെയ്റ്റഡ് അസറ്റ്. അതായത് നമ്മൾ ബാങ്ക് ആണല്ലോ, ബാങ്കിന്റെ കയ്യിലുള്ള റിസ്ക് വെയ്റ്റഡ് അസറ്റുകൾ, അതായത് നമ്മൾ പണയത്തിനൊക്കെ വാങ്ങുന്ന കുറെ അസറ്റുകൾ ഉണ്ടല്ലോ, ഗോൾഡ് പണയം വെക്കുക, സ്ഥലം പണയം വെക്കുക, അത്തരത്തിലുള്ള അസറ്റിന്റെ ഒക്കെ മേലുള്ള 8% നമ്മൾ ഇവിടെ ക്യാപിറ്റലായിട്ട് കീപ്പ് ചെയ്യണം. ഒരു ഉദാഹരണം, ഒരു ബാങ്കിന് ഒരു 1 കോടി രൂപയുടെ അസറ്റുകൾ ഉണ്ടെന്ന് വെച്ചോളി. 1 കോടി രൂപയുടെ അസറ്റ്, ക്ലിയർ? അപ്പൊ അതിന്റെ 8% എന്നാണ് അത്ര, ഒരു 8 ലക്ഷം രൂപ അല്ലെ. അതെങ്കിലും ഇവിടെ മിനിമം ക്യാപിറ്റൽ ആയിട്ട് ബാങ്കിൽ കീപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ ഇവിടെ റിസ്കിനെ 2 രൂപത്തിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന്, ഗവൺമെന്റ് സെക്യൂരിറ്റീസിൽ 0 റിസ്ക് അല്ലെ. നമുക്കറിയാം ഗവൺമെന്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഒരു പേടിയും വേണ്ട, അതെന്തായാലും തകരുന്ന പരിപാടി ഉണ്ടാവില്ല. പിന്നെ അതുപോലെ പുറത്തുനിന്നുള്ള കോർപ്പറേറ്റ് ലോൺസും മറ്റൊക്കെ ആണെങ്കിൽ 100%ഉം റിസ്ക് ഇവിടെ സാധ്യതകൾ വരുന്നുണ്ട്. ഇനി എന്താണ് ഇതിന്റെ ഒബ്ജക്റ്റീവ്സ്? ഈ ഒബ്ജക്റ്റീവ്സ് ഒക്കെയാണ് പൊതുവെ ചോദിക്കാറുള്ളത് കേട്ടോ. ഒന്ന് നമുക്കറിയാം, പ്രൊട്ടക്ട് ഡെപ്പോസിറ്റേഴ്സ്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആളുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക. തീർച്ചയായിട്ടും അത് അവരുടെ ഡ്യൂട്ടിയാണ്. ഒരുപാട് അല്ലെ ഡെപ്പോസിറ്റേഴ്സ്, അവര് പണം ബാങ്കിൽ കൊണ്ടുവന്നിടും. അപ്പൊ അവരുടെ ഡെപ്പോസിറ്റ് കീപ്പ് ചെയ്യുക, അതിനൊരു കൃത്യമായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളത് ഇതിന്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ്. അതുപോലെ എൻഷുർ ബാങ്ക്സ് അപ്സ്റ്റോർ ക്രെഡിറ്റ് ലോസസ്, ബാങ്കുകളെ ഒന്ന് ഡെപ്പോസിറ്റേഴ്സിനെ സംരക്ഷിക്കുക, അതിനപ്പുറത്ത് ബാങ്കുകളെയും സംരക്ഷിക്കുക, അവർക്ക് ആവശ്യത്തിനുള്ള ക്രെഡിറ്റ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക തുടങ്ങിയത് ഇതിന്റെ ഒബ്ജക്റ്റ് ആയിട്ട് പറയുന്നത്. അപ്പൊ 2 ഭാഗത്തും, ഡെപ്പോസിറ്ററുടെ ഭാഗത്തു നിന്ന് നോക്കിയാൽ ബാങ്കിന്റെ ഭാഗത്ത് നോക്കിയാലും 2 പേർക്കും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആൻസർ ആണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതിൽ പറയുന്നത് കേട്ടോ, ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത്. ഇനി അതിന്റെ ലിമിറ്റേഷൻസ് നോക്കാം. ഇഗ്നോർ മാർക്കറ്റ് ആൻഡ് ഓപ്പറേഷണൽ റിസ്ക്, ഇവിടെ ഇങ്ങനെ ആ ഒരു ഫിനാൻഷ്യൽ റിസ്ക് മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. മറ്റു റിസ്കുകളായിട്ടുള്ള മാർക്കറ്റ് റിസ്കിനെയും ഓപ്പറേഷണൽ റിസ്കിനെയും ഒന്നും ഇവിടെ മെയിൻ ചെയ്യുന്നില്ല. നോ റിസ്ക് സെൻസിറ്റീവ് ടു ബോറോവർ ക്വാളിറ്റി, അപ്പോൾ റിസ്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവിടെ മെയിൻ ചെയ്യുന്നില്ല. ഓക്കെ,
ഇനി ഇന്ത്യയിൽ 974 തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഇന്ത്യയിൽ ഈ ബേസ് 1 ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് 1990s 1990 അത് RBI ഗൈഡൻസ് പ്രകാരമാണ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് ഘട്ടം നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ ഘട്ടം ബേസൽ 2 ആണ്. ഡീറ്റെയിൽ ആയിട്ട് അത് എന്താ ജസ്റ്റ് നോക്കി വെച്ചാൽ മതി കേട്ടോ. 2004 ബേസൽ 2 ഇംപ്ലിമെന്റ് ചെയ്തത്. എന്താണ് ഇംപ്രൂവ്ഡ് വെർഷൻ ഓഫ് ബേസൽ 1. ഫസ്റ്റത്തെ ബേസലിന്റെ ഒന്നും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ബേസൽ 2 വരുന്നത്. ഇതിൽ കവർ ചെയ്യുന്ന ഭാഗങ്ങളൊന്ന് ക്രെഡിറ്റ് റിസ്ക്, മാർക്കറ്റ് റിസ്ക്, ഓപ്പറേഷണൽ റിസ്ക്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ബേസൽ 2 ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മോർ റിസ്ക് സെൻസിറ്റീവ് ക്യാപിറ്റൽ ഫ്രെയിംവർക്ക്. അപ്പോൾ റിസ്ക് ഏറ്റെടുക്കുന്ന അല്ലെങ്കിൽ റിസ്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫ്രെയിംവർക്കാണ് പൊതുവെ ബേസൽ 2 പറയുന്നത്. ഇനി അതിന് 3 പില്ലറുകളായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഏതേത് ബേസൽ 2 ഒരു 3 സ്റ്റേജസ് ആയിട്ട് 3 പില്ലറുകളായിട്ട്. ഫസ്റ്റ് പില്ലർ എന്ന് പറയുന്നത് മിനിമം ക്യാപിറ്റൽ റിക്വയർമെന്റ്. ഫസ്റ്റ് പില്ലർ മിനിമം ക്യാപിറ്റൽ റിക്വയർമെന്റ്. ഒരു ബിസിനസ്സിന് അല്ലെങ്കിൽ ഒരു ബാങ്കിന് ആവശ്യമായിട്ടുള്ള എത്ര ക്യാപിറ്റൽ ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് അത് അവിടെ കീപ്പ് ചെയ്യുക എന്നുള്ള ഒരു വിഷയം പറഞ്ഞിട്ടുണ്ട്. 2 സൂപ്പർവൈസറി റിവ്യൂ പ്രോസസ്. മൂന്നാമത്തേത് മാർക്കറ്റ് ഡിസിപ്ലിൻ. ഓക്കെ. നാലാമത്തെ, അപ്പോൾ ഈ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പറയുകയാണെ. ഒന്ന് നമ്മൾ പറഞ്ഞ എന്താണ്, 3 പില്ലറുകളിൽ ഒന്ന് മിനിമം ക്യാപിറ്റൽ റിക്വയർമെന്റ്സ്. രണ്ടാമത്തത് സൂപ്പർവൈസറി റിവ്യൂ പ്രോസസ്, അതായത് ബാങ്കിന്റെ കപ്പാസിറ്റി എത്ര എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ വിലയിരുത്തുക. എത്ര ഫണ്ട് ഉണ്ട്, എത്ര സേവിങ്സ് ഉണ്ട്, എത്ര ആളുകൾക്ക് ലോൺ എടുക്കാൻ പറ്റും, എല്ലാം കൃത്യമായിട്ടുള്ള ഡാറ്റ അപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടാവുക. പിന്നെ മൂന്നാമത് മാർക്കറ്റ് ഡിസിപ്ലിൻ, അഥവാ മാർക്കറ്റിലുള്ള ചേഞ്ചസ് അനുസരിച്ച് നമ്മൾ വേണ്ട ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനി മൂന്നാമത്തത് ബേസൽ 3. 2010 മുതലാണ് ബേസൽ 3 ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. അത് വരാനുള്ള കാരണം 2008 വലിയൊരു സാമ്പത്തിക മാന്ദ്യ ലോകം മുഴുവൻ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വലിയ ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ബേസൽ 3 എന്നുള്ള ഒരു കോൺസെപ്റ്റ് വന്നിട്ടുള്ളത്. അഡ്രസ് ചെയ്യുന്നത് ക്വാളിറ്റി, അപ്പോൾ ലിക്വിഡിറ്റി, അപ്പോൾ എക്സസീവ് ലിവറേജ്, അഥവാ ക്യാപിറ്റല് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളൊരു ലക്ഷ്യം ഒന്നുണ്ടായി. ലിക്വിഡ് ആയിട്ടുള്ള ഫണ്ട് കാര്യങ്ങളൊക്കെ നമ്മളടുത്ത് എപ്പോഴും ഉണ്ടാവണം എന്നുള്ളത് മനസ്സിലാക്കണം. പിന്നെ എക്സസീവ് ലീവറേജ്, അഥവാ കടം വാങ്ങുക, അല്ലെ, കൂടുതൽ എമൗണ്ട് കടം വാങ്ങി കടം കൊണ്ട് വലഞ്ഞു എന്നൊക്കെ പറയില്ല. ആയിട്ട് ഈ ഒരു ബേസൽ 3 ഓക്കെ. ഇനി അതിൽ ഫീച്ചേഴ്സ് പറയുന്നുണ്ട്, അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇനി എങ്ങനെയാണ് ബേസൽ 3 ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്? അപ്പൊ നമുക്കറിയാം, ഫസ്റ്റ് തന്നെ ബാങ്കുമായി ബന്ധപ്പെട്ട എന്ത് കാര്യമാണെങ്കിലും ആരും അതിൽ ഇടപെടും? RBI, അല്ലെ. RBIയുടെ സൂപ്പർവിഷനോട് കൂടെയാണ് ബേസൽ 3 ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 2013-19 ശ്രദ്ധിക്കാം. അപ്പോ നമ്മൾ പറഞ്ഞ എന്താ, ഇന്ത്യയിൽ ഇത് അപ്ലൈ ചെയ്തത് ആദ്യം നമ്മൾ പറഞ്ഞു RBIയുടെ സൂപ്പർവിഷനോട് കൂടെയാണ്. 2013-19 കാലഘട്ടത്തിലൊക്കെയാണ് ഈ ഒരു ബേസൽ 3 നമ്മൾ മാറുന്നത്. ഓക്കെ. അപ്പൊ ഇത് ആർക്ക് അപ്ലൈ ചെയ്യാവുന്ന? ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക്, അവർക്കാണ് ഈ ഒരു ബേസൽ 3 അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പൊ അതിൽ വരാത്തത് നമ്മളെ RRB, അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ബാങ്ക്, ഇതൊന്നും ഇതിൽ ഇൻക്ലൂഡഡ് അല്ല. ഓക്കെ. ദെൻ RBI ഇൻട്രൊഡ്യൂസ്ഡ് പ്രോംപ്റ്റ് കറക്റ്റീവ് ആക്ഷൻ ഫ്രെയിംവർക്ക്. അതായത് ബേസ്ഡ് ഓൺ ക്യാപിറ്റൽ, അസറ്റ്, ക്വാളിറ്റി, ലിവറേജ്, ഇതൊക്കെ ബേസ് ചെയ്തിട്ട് RBI എന്തുണ്ട്, ഒരു PCA എന്നുള്ളൊരു ഫ്രെയിംവർക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ. ഇനിയിപ്പോ നമ്മൾ പറഞ്ഞ ബേസൽ നോംസിന്റെ ഇമ്പോർട്ടൻസ് അഥവാ സിഗ്നിഫിക്കൻസ്, ഇത് ഒന്ന് നോക്കി നോക്കണം, അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒന്ന്, സ്ട്രെങ്തൻ ബാങ്കിങ് സെക്ടർ റെസിലിയൻസ്, അല്ലെ, ബാങ്കിങ്ങിനെ തന്നെ ഒന്ന് സ്ട്രോങ് ആക്കാൻ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ ഇംപ്രൂവ് ക്യാപിറ്റൽ ആൻഡ് ലിക്വിഡിറ്റി പൊസിഷൻ, ബാങ്കിന്റെ ക്യാപിറ്റൽ പൊസിഷൻ അതുപോലെ ലിക്വിഡിറ്റി പൊസിഷൻ ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ. ദെൻ പ്രൊമോട്ട് ഗ്ലോബൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, വേൾഡ് വൈഡ് ആയിട്ട് തന്നെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ സഹായിക്കുന്നുണ്ട്. ദെൻ എൻഹാൻസ് റിസ്ക് മാനേജ്മെന്റ് പ്രാക്ടീസസ്,
റിസ്കിനെ മാനേജ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ബാങ്കിന് ഉപകാരമായിരിക്കും. പ്രിവെന്റ് ബാങ്ക് ഫെയിലിയേഴ്സ് ആൻഡ് സിസ്റ്റമാറ്റിക് ക്രൈസിസ്, ബാങ്കിൽ വരുന്ന ചില ഫെയിലിയറുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും സിസ്റ്റമാറ്റിക് ആയിട്ട് വരുന്ന ഇഷ്യൂസ് ഇതൊക്കെ പരിഹരിക്കാൻ സഹായിക്കുന്നുണ്ട്. ദെൻ ബിൽഡ് ഇൻവെസ്റ്റർ ആൻഡ് ഡെപ്പോസിറ്റർ കോൺഫിഡൻസ്. നമ്മൾ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾ അഥവാ അതിന്റെ ഓണർ ആവട്ടെ, അല്ലെങ്കിൽ അതിലേക്ക് പണം നിക്ഷേപിക്കുന്ന ആൾ, അതിന്റെ ഡെപ്പോസിറ്റർ ആവട്ടെ, അവരുടെയൊക്കെ ഒരു കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ ഇത് സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് ബേസലിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ബാക്കി നെക്സ്റ്റ് സെഷനിൽ പറയാം. താങ്ക് യു ആൾ.